സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 സ്വയംവരം. സ്വയംവരത്തിൻ്റെ മറ്റൊരു ഫൺ ഫിൽഡ് എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഒരു റോയൽ എൻഫീൽഡിലാണ്. ബൈക്ക് ലവേഴ്സിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വണ്ടിയാണിത്. ഈ റോയൽ എൻഫീൽഡിൻ്റെ ഒരുപാട് മോഡൽസ് ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ആൾക്കാർക്ക് എപ്പോഴും ഇഷ്ടം ഇതിൻ്റെ ഓൾഡർ വേർഷനാണ്. അതാണ് ശരിക്കും ഓടിക്കാൻ വളരെ ചാലഞ്ചിങ്ങും ത്രില്ലിങ്ങുമായിട്ടുള്ള ഒരു വെഹിക്കിൾ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇന്ന് ഞാൻ എത്തിയതും ഇതുപോലെ ഒരുപാട് ഓൾഡ് ട്രഡീഷൻസും കൾച്ചേഴ്സും റിച്വൽസും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന കൊച്ചിയിലെ വളരെ ഹാപ്പനിങ് ആയിട്ടുള്ളൊരു പ്ലേസിലാണ് എത്തിയേക്കുന്നത്. യെസ്, ഫോർട്ട് കൊച്ചി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതും ഇതുപോലെ ഫോർട്ട് കൊച്ചിയുടെ കൾച്ചേഴ്സും ട്രഡീഷൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കല്യാണമാണ്. ഡോൺ ആൻഡ് ഒനീറ്റ. കപ്പിൾ ഡോൺ ആൻഡ് ഒനീറ്റ, ഇവരെ മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫോർട്ട് കൊച്ചി എത്തിക്കഴിഞ്ഞു. നമുക്ക് അവരെ പരിചയപ്പെടാം. ഹായ് ഡോൺ, ഹായ് ഒനീറ്റ. രണ്ടുപേരും എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന്റെ ആ ഒരു ക്ഷീണത്തിൽ നിന്നും എക്സൈറ്റ്മെന്റിൽ നിന്നും ഒക്കെ റിക്കവർ ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലെ? എനിക്ക് വിശേഷങ്ങളെല്ലാം ചോദിക്കണം. അതിന് മുമ്പായിട്ട് ഡോണിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. എവിടെയാ വീട്, വീട്ടിൽ ആരൊക്കെയുള്ള, എന്താ ചെയ്യുന്നത്? എൻ്റെ പേര് ഡോൺ പാപ്പച്ചൻ എസ്നോ. പിന്നെ ഞാൻ പെരുമ്പാവൂരാണ് താമസിക്കുന്നത്. ഞാൻ ഷിപ്പിംഗിലാണ്, മെർച്ചന്റ് നേവിയിലാണ്, ചീഫ് മേറ്റ് ആണ്. ഓക്കെ. അപ്പോൾ അതെ, വീട്ടില് ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, 2 ബ്രദേഴ്സ് ഉണ്ട്. യങ്ങർ ബ്രദേഴ്സ് ആണ് രണ്ടുപേരും. അതെ, ഞാനാണ് കടിഞ്ഞൂൽ പുത്ര. ഞാൻ സൈൻ ഓഫ് ചെയ്ത് ഡിസംബർ 1 ഡിസംബർ 1 സൈൻ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എല്ലാം ടൈം ഇല്ലാത്തതുകൊണ്ട് എല്ലാം പടപടപടപടയായിരുന്നു കാര്യങ്ങളെല്ലാം തിരിച്ചു പോകുന്ന വെച്ചാൽ എനിക്ക് ഒരു ചെറിയൊരു കോഴ്സ് ചെയ്യാനുണ്ട്. അപ്പൊ കോഴ്സ് എല്ലാം ചെയ്തിട്ട് ഞാൻ പതുക്കെ പോകുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നത് തിരിച്ചു പോകണമെന്നുള്ളത്. എന്റെ ഡാഡിയും മമ്മിയും പിന്നെ ഒരു അനിയൻ മാത്രം എനിക്കുള്ളത്. ആള് ഫൈനൽ ഇയർ BBA പഠിക്കുന്നു. ഡാഡി ബിസിനസ് എല്ലാം ആയിട്ട്. പിന്നെ അത്രയൊക്കെ. ഓക്കെ, ഞാൻ ബിടെക് കഴിഞ്ഞു, കമ്പ്യൂട്ടർ സയൻസ് ഫിസാറ്റിലാണ് പഠിച്ചത്. ജോലിക്ക് വർക്കിംഗ് ആയിരുന്നു നവംബർ വരെ, നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ. അത് കഴിഞ്ഞ് റിസൈൻ ചെയ്തു. ഒനീറ്റ എന്നുള്ള പേരിന്റെ അർത്ഥം ആക്ച്വലി ഡാഡി പണ്ട് ഷിപ്പിലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഡാഡി വർക്ക് ചെയ്ത ഒരു ഷിപ്പിന് ആ ഒരു നെയിം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ബോണായ. അപ്പൊ സോ ഹി ജസ്റ്റ് പുട്ട് ദാറ്റ് നെയിം ഫോർ മീ. അതുപോലെ സോ നിങ്ങളുടെ ഒരു ലവ് മാരേജ് ആണ് അല്ലേ? ഈ ഒരാള് പെരുമ്പാവൂര്, ഒരാള് ഫോർട്ട് കൊച്ചി. എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? ഞങ്ങള് ഓൺലൈനാണ് മീറ്റ് ചെയ്തത്. ഓൺലൈൻ മീറ്റ് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൽ മീറ്റ് ചെയ്തു. പിന്നെ ഞങ്ങള് അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ മാരേജ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. മീറ്റ് ചെയ്തു, പിന്നെ ചാറ്റ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. വീട്ടിൽ പറഞ്ഞു, വീട്ടില് അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, എല്ലാ കാര്യങ്ങളും ഓക്കെ. അങ്ങനെ ഞങ്ങള് മാരേജ് ചെയ്യാൻ തീരുമാനിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കോയിൻസിഡൻസും ഉണ്ട്. കാര്യം ഞങ്ങൾ രണ്ടുപേരും സെയിം മാട്രിമോണി തന്നെ ഉള്ളവരായിരുന്നു. ചാവറ മാട്രിമോണി. അവിടെ കണ്ടില്ല. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വഴി ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് 2 പ്രൊഫൈലും ചാവറയിലുണ്ടായിരുന്നു. അപ്പൊ പാരന്റ്സും ഓൾറെഡി ഒരു ഇതില് വരുമായിരുന്നു.
അപ്പൊ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് എന്തോ ഒരു ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ ശരിക്കും ഫോട്ടോസ് ഒക്കെ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഐദർ ഒരു പർട്ടിക്കുലർ ഫോട്ടോയ്ക്ക് കമന്റ് ചെയ്യോ ലൈക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവില്ല. എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത് അതെന്താന്ന് പറയോ? അത് എന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു ഫോട്ടോക്ക് ഇവളുടെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ളൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നായിരുന്നു ഞങ്ങൾ ചാറ്റ് ചെയ്ത് തുടങ്ങിയത് തന്നെ. എന്തായിരുന്നു ആ ഫോട്ടോ? ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പിക്നിക് പോയ ഒരു ഫോട്ടോ ആയിരുന്നു. അതിന് ഫ്രണ്ട്സുമായിട്ട് അതിന് എന്നെ ആക്കിക്കൊണ്ടുള്ളൊരു കമന്റ് ആയിരുന്നു അത്. ആ കമന്റ് ചെയ്ത് തുടങ്ങിയതാണ്, ചാറ്റ് ചെയ്ത് തുടങ്ങിയിട്ടാണ് ഞങ്ങള് ഇഷ്ടത്തിലായത്. ശരിക്കും ട്രോൾ ചെയ്തതാണ്, ശരിക്കും ഒരുമാതിരി ട്രോൾ ചെയ്തതാണ്. ജസ്റ്റ് ഒരു ഫണ്ണി കമന്റ്. അതൊരു കുറെ ഷൂസ് ഉള്ള ഒരു ഫോട്ടോ ആയിരുന്നു. സാധാരണ ആൾക്കാർ ഷൂ ഫോട്ടോസ് അല്ലല്ലോ ചെയ്യുന്നത്. കമന്റ് ചെയ്യാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ അതിന് ജസ്റ്റ് ഒരു ലൈക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു കമന്റ് കൊടുത്തു. കമന്റ് എന്നോട് കണ്ടില്ല, വേറെ ഇൻബോക്സിലാണ് മെസ്സേജ് റിപ്ലൈ വന്നത്. അത് എന്നോട് ചോദിക്കരുത്. എനിക്ക് അറിയണോ അതെന്താ കമന്റ് ഓർമ്മയുണ്ടോ? അല്ല, കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്നെ ആക്കിക്കൊണ്ടുള്ള മീൻസ് ഇൻഡയറക്റ്റ് ആയി കഴിഞ്ഞിട്ട് ആക്കണ രീതിയിൽ അങ്ങനെ ആക്കിക്കൊണ്ടായിരുന്നുള്ള കമന്റ് ആയിരുന്നു അത്. എന്താണ് മറുപടി കൊടുത്തത്? മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കമന്റ് ആയിട്ട് അതിനകത്ത് തന്നെ കൊടുത്തില്ല. ഞാൻ ഇൻബോക്സിലാ ഇത് ചെയ്തത്. ഇൻബോക്സിൽ പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ ആ കമന്റ് തന്ന ആളല്ലായിരുന്നു ഇൻബോക്സിൽ പിന്നെ റിപ്ലൈ തന്നെ. മീൻസ് ആ മോഡായിരുന്നില്ല, കംപ്ലീറ്റ് മാറിപ്പോയി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചാറ്റ് ചെയ്ത് മീൻസ് ഇങ്ങനെ അടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലായി. അപ്പോൾ ഞങ്ങളത് വീട്ടിൽ ഇവളുടെയും കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു, എന്റെ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പിന്നെ ഓൺലൈൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു വ്യക്തിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. പിന്നെ നിങ്ങൾ ഒരു പക്ഷെ സംസാരിച്ചു തുടങ്ങിയല്ലോ. എന്താണ് കല്യാണം വരെ എത്താനായിട്ട് ഒനീറ്റ എന്നുള്ള വ്യക്തിയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഭയങ്കര ഓപ്പൺ ആയിരുന്നു. മീൻസ് എല്ലാ കാര്യങ്ങളും ഇപ്പോ ഞാൻ എന്ത് മനസ്സിൽ വിചാരിക്കുന്നോ അത് നമ്മള് പറയണേക്കാളും മുമ്പേ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടെടുത്ത് മനസ്സിലാക്കി ചെയ്തോളും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താഗ്രഹിക്കുന്നോ നമ്മളത് അതിന്റെ ചെറിയൊരു നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും നമ്മള് മനത്ത് കാണുമെന്ന് അറിയില്ലേ. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അജിത്ത്. അപ്പൊ സ്കൂൾ ഫ്രണ്ടാണ്, ചെറുപ്പം മുതലേ ഉള്ളതാ. അപ്പോ എന്റെ എല്ലാ കാര്യത്തിലും അവനാണ് എന്നെ എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇവളായിട്ട് ഇതുപോലെ റിലേഷനിലാവുന്ന സമയത്ത് മീൻസ് ഞാൻ ഷിപ്പിൽ ജോയിൻ ചെയ്യുന്നതിനേക്കാളും തൊട്ട് മുമ്പായിരുന്നു ഞങ്ങൾ ഇതുപോലെയുള്ള സംഭവങ്ങളെല്ലാം നടന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഞാൻ ഷിപ്പിൽ ജോയിൻ ചെയ്യണ ഒരു 3 days ബിഫോർ ആയിരുന്നു നടന്നിരുന്നത്. അതിന്റെ ഷിപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് ഷിപ്പിൽ നെറ്റ് കിട്ടില്ല. അപ്പോൾ ആകെപ്പാട് 200 MB കിട്ടുള്ളൂ 1 monthലേക്ക്. അപ്പോൾ ഞാൻ മാക്സിമം വാട്സപ്പ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഷിപ്പിൽ ജോയിൻ ചെയ്ത ഒരു 1.5 monthലേക്ക് എനിക്ക് ഓണിറ്റായിട്ട് ഒരു കോൺടാക്ട് ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ റിലേഷൻ ഒന്നും ആയിട്ടില്ല. ഇതുപോലെ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ മിസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഷിപ്പ് ഇതെല്ലാം പോർട്ടലിൽ ചെന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് അവിടെ രാജ്യത്തിന്റെ സിം കാർഡ് കിട്ടും. അപ്പോൾ ആ സിം കാർഡ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം തന്നെ ഞങ്ങൾ നെറ്റ് യൂസ് ചെയ്യും. നെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവൾക്ക് അന്ന് മെസ്സേജ് അയച്ചു. അപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തന്നെ അപ്പോൾ ഇവള് മീൻസ് ഇവള് നാട്ടിലുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇവള് ആ ഒരു മൂഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഷിപ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കോൺടാക്ട്സ് ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. അതപ്പോൾ ഇവൾക്ക് ഫോൺ ഉണ്ടായില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫോൺ. അപ്പോൾ ഞാൻ ഷിപ്പിലും മെസ്സേജ് അയക്കുന്ന സമയത്ത് ഫോണായിരുന്നു. ജസ്റ്റ് 2 days ബിഫോർ ആയിരുന്നു ഇവൾക്ക് ഫോൺ വന്നിരുന്നത്, ഫോൺ കൈ കിട്ടിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാട്സാപ്പിൽ നമ്പർ എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ ഞങ്ങൾ ചാറ്റിങ് ചെയ്തു. അങ്ങനെയാണ് ഇതായത്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഷാവറ മാട്രിമോണിയിൽ കൊടുത്തേക്കുന്ന ആൾക്കാരായിരുന്നു. പെട്ടെന്ന് ഇതൊക്കെ ഈ പ്രോസസ്സ് സൈഡ് ബൈ സൈഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരാളെ ഇഷ്ടപ്പെട്ടു എന്ന് വീട്ടില് പറയുമ്പം അവിടെ നിന്ന് എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടായിരുന്നോ? ഇത് എൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എനിക്ക് ഫ്രീഡം ഉണ്ട്. എന്ത് എനിക്ക് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ആഫ്റ്റർ ഓൾ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നയാളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ എൻ്റെ ഇഷ്ടം ഞാൻ പറയും. അപ്പോൾ വീട്ടുകാർ ഇത് ഒന്ന് റീചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യും. അത് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. മോസ്റ്റ്ലി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ചെയ്യാറ്. സാധാരണ എടുത്ത് ചാടാറില്ല, ഞാൻ അന്വേഷിച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലതുപോലെ തന്നെ ഞാൻ ഇവളുടെ കാര്യം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ ഇല്ല. വീട്ടിലെങ്ങനെയായിരുന്നു? എന്റെ വീട്ടിലും സെയിം തന്നെയായിരുന്നു. പക്ഷെ ഇതിന് മുന്നേ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ മാട്രിമോണി ഉണ്ട്. അപ്പൊ ഫാമിലി വൈസ് അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അല്ലല്ല ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പോൾ തമ്മി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ മാട്രിമോണിയിലുണ്ട്. അപ്പൊ പ്രൊഫൈൽ നോക്കി പാരന്റ്സ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അനലൈസ് ചെയ്തു. അപ്പൊ എനിക്ക് പ്രോബ്ലം ആയപ്പോൾ വീട്ടിലും ഫൈൻ, നമുക്ക് പ്രൊസീഡ് ചെയ്യാനുള്ള രീതിയായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്കൊരു കാര്യമുണ്ട്. ആളൊരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ അജിത്ത്, പുള്ളി എന്നെ ഞാൻ അറിയാണ്ട് ആള് വിട്ടിട്ട് ഞാൻ എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി എന്നെ
ഓഫീസിൽ വന്ന് തന്നെ കണ്ടായിരുന്നു. ഓക്കെ. ഞാനത് അറിഞ്ഞു പോലും ഇല്ല. എന്നിട്ട് 2 ആഴ്ച പറയാം എന്റെ ഫ്രണ്ട് അജിത്ത് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് ഭയങ്കര കാഷ്വൽ ടോക്ക്. അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി ഒരാളാകുമ്പോഴത്തേക്കും നമ്മൾ വിട്ടുകൊടുക്കത്തില്ലല്ലോ, നമ്മൾ സംസാരിക്കും. പിന്നെയാണ് ഞാൻ അറിയുന്നത് എന്നെ കാണാൻ വേണ്ടി ബെസ്റ്റ് ഫ്രണ്ടിനെ വിട്ടേക്കുവാ. അല്ല, ഒരാള് ഇങ്ങനെ ഓഫീസിൽ വന്ന് സംസാരിക്കുമ്പോ എന്തിന്റെ പേരിലാണ് സംസാരിച്ചത്? അത് ആക്ച്വലി ഞാൻ വർക്ക് ചെയ്ത ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ അബ്രോഡ് സ്റ്റഡീസിന്റെ ആണ്. എൻക്വയറി എന്നുള്ള രീതിയിലാണ് പുള്ളി വന്നത്. അപ്പൊ ആസ് എ കൗൺസിലർ പ്രോസസ്സിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കണ്ട. അപ്പൊ പുള്ളി ഭയങ്കര ചോദ്യമാണ് ഇങ്ങനെ പോകാൻ വേണ്ടി. ഞാൻ എനിക്ക് ആരെന്താ നമുക്ക് മനസ്സിലാവുന്നല്ലോ. പ്രൊഫൈൽ അഡ്രസ്സിൽ ആലുവാന്നാണ്, പെരുമ്പാറാണെങ്കിൽ നമുക്ക് പിന്നെയും ക്ലിക്ക് ആവാം. ആളെനിക്ക് ഒരു ക്ലൂ ഒന്നും തന്നില്ല. ആള് പാരലി ചാറ്റ് ചെയ്യുന്നുണ്ട്, പുള്ളി സംസാരിക്കുന്നുണ്ട്. അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നത്. പിന്നെ അജിത്താണ് വന്നത്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു ഫീല് വരില്ലേ പെട്ടെന്ന് ഒരാൾ വന്ന് നമുക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. എന്തായിരുന്നു ഫ്രണ്ടിന്റെ ഒരു അഭിപ്രായം? ഫ്രണ്ടിന്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഞാൻ ഷിപ്പിലുള്ള സമയത്തല്ലായിരുന്നു ഞാൻ ഇവിടെ ഡയറക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഷിപ്പിലുള്ള സമയത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ആ 1 മന്ത് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വാട്സ്ആപ്പ് നമ്പർ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടുതലായിട്ട് ക്ലോസ് ആണ്. അപ്പൊ ഞാൻ ആ സമയത്ത് ഷിപ്പിലപ്പോൾ എനിക്ക് ആള് ഡയറക്റ്റ് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ കാര്യത്തിലും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അജിത്ത്. അപ്പോ അജിത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് റീതിങ്ക് ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. അത്രയ്ക്ക് ഞാൻ ട്രസ്റ്റ് ആവാൻ. അപ്പോൾ അതാണ് ഞാൻ അജിത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഓണിറ്റനെ ചെന്നിട്ട് കാണാനായിട്ട് പറഞ്ഞു. അപ്പോൾ അജിത്ത് ഇതെല്ലാം ചെന്ന് കണ്ടു കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് അത്രയ്ക്ക് നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാനൊന്ന് കൺഫ്യൂഷൻ ഇല്ല. പിന്നെ എനിക്ക് പിന്നെ നേരിട്ട് കാണേണ്ട വല്ല ആവശ്യമില്ല. ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, മമ്മി പ്രൊസീഡ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങൾ കാണുന്നത് December 1 ആണ്. അത് ശരി. അതായത് ഈ നിങ്ങളുടെ ഓൾറെഡി ജാനുവരി ഇപ്പൊ നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു, കല്യാണം ഉടനെ തന്നെയാണ് അല്ലേ? എനിക്ക് വളരെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റോറിയാണ്, പക്ഷെ ഇങ്ങനെയും സ്റ്റോറീസ് ഹാപ്പൻ അല്ലേ? സത്യമാണ്. ഞങ്ങള് 8 months 9 months വെയിറ്റിംഗിൽ ഇങ്ങനെ കാണാൻ പറ്റാണ്ട് അങ്ങ് വരുന്ന വഴിയില്ലല്ലോ, ഷിപ്പിലല്ലേ. അങ്ങനെ December 1 ആണ് ഫസ്റ്റ് കണ്ടത്. വെരി നൈസ്. അപ്പൊ നിങ്ങളുടെ എൻഗേജ്മെന്റ് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. നല്ല ഗ്രാൻഡ് ആയിട്ട് നിങ്ങൾ എല്ലാരും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത ഒരു മുഹൂർത്തമായിരുന്നു. അതിന്റെ വിശേഷങ്ങൾ പറയൂ. എവിടെ വെച്ചായിരുന്നു എൻഗേജ്മെന്റ്? എൻഗേജ്മെന്റ് ഞങ്ങള് 12 o'clock വെച്ചിട്ട് ബെസ്ലിക്ക, സാന്റാക്രൂസ് ബെസ്ലിക്കയിലായിരുന്നു റിംഗ് എക്സ്ചേഞ്ച്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഗ്രാൻഡ് കാനിയോൺ ഹോട്ടൽ, അവിടെ വെച്ചിട്ടായിരുന്നു റിസപ്ഷൻ വെച്ച്. ലൈവ് ബാൻഡ് ഉണ്ടായിരുന്നു. ഫാമിലി ഫംഗ്ഷൻ ആയിരുന്നു. ഡാൻസും പാട്ടും എന്താ പറയാ, ഫോർട്ട് കൊച്ചി സൈഡില് എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ വെഡിങ്സ് ആണെങ്കിലും ഫോർട്ട് കൊച്ചി സൈഡിലൊക്കെ കുറച്ചുകൂടെ ഒരു വേറെ രീതിയാണല്ലോ അല്ലെ? അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇവിടത്തെ ഒരു രീതി. ഇവിടത്തെ രീതി പറഞ്ഞാൽ നമുക്ക് എൻട്രൻസ് ആസ് യൂഷ്വൽ അടുത്തുള്ള ഉണ്ടാവും, ഒരു എൻട്രൻസ് ഡാൻസ് ഉണ്ടാവും. പിന്നെ സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും കേക്ക് കട്ടിങ് അത് നോർമൽ തന്നെയാണ്. പിന്നെ കപ്പിൾ ഡാൻസ് ഉണ്ടാവും. ഫസ്റ്റ് സോങ് കപ്പിൾസിന് കൊടുക്കും, ഒരു റൊമാൻറ്റിക് ഇംഗ്ലീഷ് സോങ് ആയിരിക്കും കൊടുക്കുന്നത്. അത് കപ്പിൾ ഫസ്റ്റ് ന്യൂലി വെഡഡ് അല്ലെങ്കിൽ ന്യൂലി എൻഗേജ്ഡ് ബ്രൈഡ് ആൻഡ് ഗ്രൂം കളിക്കേണ്ടതാണത്. അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു കപ്പിൾ ഡാൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയം ഇല്ല. സ്പോട്ടിൽ അവരിടുന്ന ഒരു സോങ് ആണ്, അവരിടുന്ന സോങ് സ്പോട്ടിൽ. ചിലപ്പോ ഫാസ്റ്റ് നമ്പർ ആയിരിക്കും, ചിലപ്പോ സ്ലോ കപ്പിൾ ഡാൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ എന്റെ ചേട്ടൻ തന്നെയാണ്, കസിൻസ് തന്നെയാണ് ബാൻഡ്. അവര് 13-18 പഴയ ബാൻഡാണ്. അപ്പൊ ആ ഗ്രൂപ്പില് മെയിൻ ആളെ ഇപ്പോഴുള്ളൂ. ബാക്കി നമ്മുടെ ഇപ്പത്തെ സിൽവിയൻ ഫേമസ് പുള്ളി അവർ ചെയ്യുന്ന ബാൻഡ്. അപ്പൊ അവരൊരു ഫാസ്റ്റ് നമ്പർ ഇട്ടില്ല, ഇടുന്ന ഓർത്തത് സ്ലോ നമ്പർ ഇട്ടു. അതിൽ ഞങ്ങൾ ഡാൻസ് ചെയ്തു. ഞങ്ങളെ ജോയിൻ ചെയ്ത് ഞങ്ങളുടെ ഫാമിലി ഫുൾ ഡാൻസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഫാസ്റ്റ് നമ്പർ, നമ്മുടെ പഴയ ആ ഒരു ഹിന്ദി സോങ്സിന്റെ ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും. അതിന്റെ ഒരു ഫാസ്റ്റ് നമ്പറിൽ ഞങ്ങൾ സെന്ററിൽ വന്നിട്ട് ചുറ്റും ഒരു റൗണ്ട് സർക്കിൾ ചെയ്തിട്ട് എല്ലാ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഫുൾ ഫാമിലി എല്ലാവരും സർക്കിൾ ചെയ്തിട്ട് കൈകോർത്ത് പിടിച്ചിട്ട് അവര് ലോങ് ഡിസ്റ്റൻസിൽ പോകുമ്പോൾ ഞങ്ങൾ ഡാൻസ് കളിക്കുമ്പോ ഞങ്ങളൊരു ഡാൻസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് ഓടി വന്ന് നമ്മളങ്ങനെ ഇടിച്ചിടും. അതൊക്കെ ആ ഒരു സ്പെഷ്യൽ ഫീലിംഗാണ്. ഒനീറ്റ ഇങ്ങനത്തെ വെഡിങ്സ് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ നോൺ ഇത് കുറച്ചുകൂടി ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ വെഡിങ് ഒക്കെ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ന്യൂ ഇയറിന്റെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ന്യൂ ഇയർ സെലിബ്രേഷൻ കാണാനായിട്ട്. അപ്പൊ ഞങ്ങളുടെ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഒരു പ്ലേസിൽ എല്ലാവരും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് സെലിബ്രേഷൻ ചെയ്യില്ല. ഇവിടെ വെച്ചാൽ ഈച്ച് ആൻഡ് എവറി വീട്ടിൽ ഇതുപോലെ തന്നെ പാട്ടും വെച്ച് കഴിഞ്ഞിട്ട് ഫുൾ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാ വീട്ടിലും ഈച്ച് ആൻഡ് എവറി ഹൗസ് അത് തന്നെയായിരുന്നു. എല്ലാവരും ഭയങ്കര വന്നിട്ട് പുള്ളി വന്നിട്ട് ഇത് എന്ത് ഫുഡ് കുച്ചിങ്, എല്ലാ വീട്ടിലും റോഡിലും പുറത്തുനിന്ന് ആൾക്കാർ വന്ന് സാന്റാക്ലോസിന്
ബേൺ ചെയ്യണതും ബാൻഡ് ലൈവ് ബാൻഡ് സൈഡില് DJ ബീച്ചില് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. ഞാൻ കണ്ടിരുന്നു ഇപ്പം ഡാൻസ് ഒക്കെ കളിക്കുമ്പം ഒരു ഒരു ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഫീൽ ഒരിക്കലും വന്നില്ല. ഡോണും അതേ ആ ഒരു കൾച്ചർ ഫാമിലി ഫുൾ ഡോണിന്റെ മമ്മി ബ്രദേഴ്സ് ഡാഡി എല്ലാവരും. അപ്പൊ ഞങ്ങളുടെ ഫാമിലി അപ്പൊ ഭയങ്കര സന്തോഷമായി. അപ്പൊ അവിടെ എല്ലാരും ആ ഒരു ഡാൻസ് അവിടെ ഒരു മൂടേ മാറി. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എനിക്ക് ഇതുപോലെ പാർട്ടി ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നൈസ്. സോ നിങ്ങൾ ഡ്രസ് ചെയ്തേക്കുന്നതാണെങ്കിലും വളരെ ബ്യൂട്ടിഫുള്ളി ആയിരുന്നു. ഞാൻ കണ്ടു. അതിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ എവിടെന്നാ വാങ്ങിയത്? കോസ്റ്റ്യൂംസ് ഞാൻ ലെഹങ്ക ആയിരുന്നു. അത് വാങ്ങിയത് കല്യാണിലാണ്. റെഡ് കളറിന്റെ ബ്ലഡ് റെഡ് കളർ ലെഹങ്കയില് ഗോൾഡൻ വർക്ക് ഉള്ളത്. അത് കല്യാണിന്ന് വാങ്ങി. സ്റ്റിച്ചിങ് കൊടുത്തത് ഞാൻ ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡി പുള്ളിക്കാരിയാണ് സ്റ്റിച്ച് ചെയ്തത്. പുള്ളിക്കാരി ഇതിലൊക്കെ പെർഫെക്റ്റഡ് ആണ്. അങ്ങനെ എന്തെങ്കിലും ആദ്യം തന്നെ കളർ ചോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു? കളർ ചോയ്സ് എന്ന് വെച്ചാൽ നമുക്ക് റെഡിനൊരു കിട്ടുന്ന ആ ഒരു ലുക്ക് വേറെ ഒന്നും കിട്ടാത്ത ആ ഒരു റെഡിൽ തന്നെയായിരുന്നു ഫുൾ കളർ കോൺസെൻട്രേഷൻ. ഡോൺ എൻ്റെ ഇപ്പോൾ ഡ്രസ്സ് എടുക്കാനുള്ള വെച്ചാൽ ഞങ്ങളുടെ പാരൻസ് ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളുടെ ഡ്രസ്സാണെങ്കിലും എൻ്റെ ഡ്രസ്സാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി തന്നെയാണ് ചൂസ് ചെയ്തത് എല്ലാം എടുത്തത്. ഇപ്പം എൻ്റെ ഡ്രസ്സാണെങ്കിലും ഞാൻ ഇവളും കൂടി ഇപ്പോൾ മാരേജിൻ്റെ ആയാലും എൻഗേജ്മെൻറ്റിൻ്റെ ആയി കഴിഞ്ഞാലും ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ടാണ് വാങ്ങിയത്. പിന്നെ ഇവളുടെ മാരേജിൻ്റെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തത്. പിന്നെ ഫൈനൽ കല്യാൺ സാരി എടുക്കുന്നത് പാരൻസ് വന്നു. ബട്ട് ഇതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവറി ഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതുപോലെ തന്നെ കല്യാൺ, ഷീമാട്ടി, പിന്നെ അതുപോലെ തന്നെ ലുലുവിലുള്ള ഷോപ്സ് എല്ലായിടത്തും ഞങ്ങൾ കയറി മൊത്തം ഒരു ദിവസം അതിനുവേണ്ടി പോയി കഴിഞ്ഞിട്ട് എവിടെയൊക്കെ എന്തൊക്കെ ടൈപ്പിലുള്ള ഡ്രസ്സാണ് കിട്ടണേ, അതുപോലെ തന്നെ റേറ്റ് എങ്ങനെയാണ്, അതെല്ലാം കാര്യങ്ങളും ഒരു സ്റ്റഡി ചെയ്തു. സ്റ്റഡി ചെയ്തതിന് ശേഷം പിന്നെയാണ് നമുക്കൊരു മനസ്സിലാവും ഇന്ന കടയിൽ ഇത്രയും സെലക്ഷൻ ഉണ്ടാവും, ഇത്ര റേറ്റിലാണ്. അപ്പോൾ നമുക്ക് അത് മനസ്സിലായതിന് ശേഷമാണ് നമ്മൾ പിന്നെ പിറ്റേ ദിവസം വാങ്ങിക്കാനായിട്ട് പോകും. അപ്പോൾ ഡയറക്റ്റ് ആ കടയിലോട്ട് പോയി കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്. ശരിക്കും ഇപ്പൊ ആരുടെങ്കിലും കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഞങ്ങൾ ആദ്യം ഒരു കടയിൽ നിന്നല്ല വാങ്ങി. പിന്നെ ഞങ്ങൾ വാങ്ങാൻ നേരത്ത് കുറെ സ്ഥലത്ത് പോയി അന്വേഷിച്ചു. അപ്പൊ പോയപ്പോഴാണ് കുറെ വെറൈറ്റീസ് കുറെ ഡിഫറൻസ് നമുക്ക് മനസ്സിലായത്. അതിനുശേഷം ഇപ്പൊ ഒരു ഐഡിയ ഉണ്ട്. ആർക്ക് കല്യാണം കഴിക്കണം ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ പോണേ. ഒരു വ്യക്തിനെ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത് അവരോടൊപ്പം ഷോപ്പിംഗ് പോകുമ്പോഴാണ്. കാരണം അതൊരു ഒരു പ്രത്യേക ഒരു മൂഡാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഓണീറ്റായിട്ട് ഷോപ്പിംഗ് പോയപ്പോ? ഓണീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചോ, അപ്പൊ ബില്ല് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ബില്ല് ചെക്ക് ചെയ്യാറ് പോലും ഇല്ല. ഞാൻ അങ്ങനെ തന്നെ കാർഡ് എടുത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ 2-3 സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഹോട്ടലിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോയി കഴിഞ്ഞപ്പോഴായാലും ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ പോയി കഴിഞ്ഞാലും എല്ലാം ഞങ്ങൾ എൻ്റെ ഒരു ഷോപ്പിങ്ങിന് പോയി കഴിയുമ്പോൾ ബില്ല് കൊണ്ടു കഴിഞ്ഞാൽ കാർഡ് എടുത്ത് കൊടുക്കും. അപ്പോൾ 2-3 വട്ടം എന്താ പറ്റിയെന്ന് വെച്ചാൽ ബില്ല് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഞാൻ സ്വൈപ്പ് ചെയ്ത് വിട്ടു. ഞാൻ പിന്നെ എൻ്റെ ബോധർ ചെയ്യാനുള്ള പോണിട്ട് ബില്ല് എടുത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് റീചെക്ക് ചെയ്യും നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ ഇതായിട്ടൊന്ന്. 2-3 വട്ടം ഇതുപോലെ പറ്റിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കാത്ത സാധനത്തിന് അവർ എക്സ്ട്രാ ബില്ല് ചെയ്തു. പിന്നെ നമ്മൾക്ക് വേണമെന്ന് പറഞ്ഞ സാധനം അവർ ബില്ല് ഇട്ടു, അതിനകത്ത് ബില്ലിൽ എമൗണ്ട് ഇട്ടു, പക്ഷെ നമുക്ക് സാധനം കിട്ടിയില്ല. അപ്പൊ ഇതെല്ലാം ഓണിറ്റ് കാര്യത്തിൽ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ നല്ലൊരു ക്വാളിറ്റിയാണ്. നമുക്ക് ഓണിറ്റ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല. അതൊന്നും ബോധമല്ല. ഞാൻ പോയി കഴിഞ്ഞാൽ നീ എടുത്തു അവസരം വിളിച്ചാൽ മതി. ഡോൺ ആൻഡ് ഒനീറ്റയുടെ കല്യാണ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് റോസൻ ജോളി സൈനിങ് ഓഫ്. ബൈ. സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 സ്വയംവരം.